RCയുടെ ബ്രേക്ക് പാഡ് മാറ്റാൻ വേണ്ടി പോകട്ടോ. നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക് പാഡ് തീർന്നെടുക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ ചിന്തിക്കാനും ഞാൻ നിന്നില്ല. അതായത് മൊത്തത്തിലുള്ള ഒരു മെക്കാനിസം സെയിം ആണല്ലോ ഗൈസ്. റോങ് അടിക്കാൻ പാടില്ലേ? പാടോ? ഞാൻ എന്തായാലും ഇതിൽ പോവാണ്. എനിക്ക് ഒട്ടും സമയമില്ല അവിടെ പോയി തിരിച്ചു വരാൻ. വെൽക്കം ബാക്ക് ഗായ്സ്. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ വണ്ടിയുടെ RCയുടെ ബ്രേക്ക് പാഡ് മാറ്റാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ ആ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്രേക്ക് പാഡിനെ കുറിച്ച് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് യൂസ് ചെയ്യുന്ന കണ്ടു. 250 രൂപ 275 രൂപ അങ്ങനെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പല വീഡിയോസും കാണാനിടയായി. അപ്പോൾ ഞാൻ അനീസിനോട് പറഞ്ഞു, ജസ്റ്റ് അനീസിനോട് അഭിപ്രായം ചോദിക്കാൻ തന്നെ കാരണം ഇവിടെ നിന്ന് ഷോറൂം വരെ പോകാൻ വേണ്ടി മടിച്ചിട്ടാട്ടോ. അത്യാവശ്യം പോകാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് പാഡ് തീർന്നെടുക്കുമല്ലോ. അപ്പോൾ അതും വെച്ച് അങ്ങോട്ട് പോകല് ടാസ്ക്കാണ്. പിന്നെ നമ്മുടെ സ്പ്ലെൻഡർ പെയിൻറ്റിങ്ങിലുമാണ്. അപ്പോൾ എല്ലാം പാടെ വന്നപ്പം ഞാൻ ജസ്റ്റ് ചോദിച്ചാണ് തൽക്കാലം ആഫ്റ്റർ മാർക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോന്ന്. പനീസ് പറഞ്ഞാൽ അതിനാട്ടി ഒന്നുകൂടി ബെറ്റർ അതന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ബസ്സിന് പോയി നമ്മളെ ബ്രേക്ക് പാഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് പാഡ് ഞാൻ അനീസിൻ്റെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ചെറിയ സംഭവം മാറ്റുന്ന സംഭവം വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉള്ളോട്ട് ഇട്ടാൽ മതി. നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. അനീസ് തുറന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒരു ഐഡിയ ഇല്ല. അവന് 3:30 ആകുമ്പോൾ തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3:45 തുറന്നാൽ മതിയായിരുന്നു കേട്ടോ. ഇന്ന് ഫ്രൈഡേ അല്ല. അപ്പോൾ അവന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നൈസിൽ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കാലിക്കറ്റ് പോയ സമയത്ത് ആദ്യം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ നിന്ന് അതുവരെ ബസ്സിന് പോയിട്ട് എന്താ പറയുക, ബ്രേക്ക് പാഡ് ഇല്ലെന്ന് പറയുമ്പം സ്റ്റോക്കില്ലെന്നൊക്കെ പറയുമ്പം അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അങ്ങനെയൊന്നും സിറ്റുവേഷൻ വരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ആദ്യം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ സാധനം സ്റ്റോക്ക് ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ പോയി വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഏതായാലും വാങ്ങിച്ചപ്പം നമ്മുടെ ബാക്കും ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്, അതായത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഒരു പെയറങ്ങ് വാങ്ങിച്ചു. ഒരു പെയർ മീൻസ് ഫ്രണ്ടും ബാക്കും കൂടെ വാങ്ങിച്ചു. അപ്പോൾ അതിന് രണ്ടിനും പാടി എനിക്ക് വന്ന പ്രൈസ് എന്ന് പറയുമ്പം 680 രൂപ കേട്ടോ. അപ്പോൾ അതിൽ 400 സംതിങ് കണ്ട് ഫ്രണ്ടിനും ബാക്കി റിയറിനുമാണ് വന്നത്. അപ്പോൾ ഞാൻ കറക്റ്റ് എമൗണ്ട് ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. ബില്ലൊക്കെ ഉണ്ടായിരുന്നു. ബില്ലൊക്കെ എവിടെ എത്തിയെന്നാവും. റോഡിൻ്റെ അവസ്ഥ നോക്കിക്കേ, ശോകാട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ ഒരു ബലമായ ഡൗട്ടാണ്. അതായത് നമ്മൾ ഈ ബ്രേക്ക് പിടിക്കുമ്പം ഒരു എക്സ്ട്രാ സൗണ്ട് വരുന്നുണ്ട് ഈ കുറച്ചായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ശബ്ദം ഞാൻ നാട്ടിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ബ്രേക്കിൻ്റെ ആ ഒരു സൈഡിൽ, അതായത് കാലിബറിൻ്റെ ആ ഒരു സൈഡിൽ പൊടിയൊക്കെ വന്നത് കാരണമായിരിക്കും. എൻ്റെ ബലമായ ഒരു ഡൗട്ട് എന്ന് പറയുമ്പം അത് ഈ ഒരു ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആയിട്ടുണ്ട് എന്നുള്ളതിനുള്ളൊരു സൂചനയാണെന്നാണ് കേട്ടോ. ഡിസ്ക് പ്ലേറ്റിലിട്ട് വരുന്ന ശബ്ദമൊന്നുമല്ല, ജസ്റ്റ് ഒരു ശബ്ദം ചേഞ്ച്. നമുക്ക് തോന്നില്ല ഒരിക്കലും ആ ഒരു ശബ്ദം കേട്ടാൽ ഇതൊരു കംപ്ലൈൻ്റ് ആണ്, അതായത് ഇതൊരു ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ട് അങ്ങനെ തോന്നും. പക്ഷേ ശബ്ദം ചേഞ്ച് ആയത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ശബ്ദം എനിക്ക് തോന്നുന്നു ബ്രേക്ക് പാഡ് ചേഞ്ച് ആക്കാൻ സമയമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വാണിംഗ് ആണെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അനീസിൻ്റെ അടുത്തോട്ട് പോകാം. അവൻ തുറന്നാൽ മതിയായിരുന്നു. ഭ്രാന്ത്. എനിക്കാണെങ്കിൽ 5 മണിക്ക് അവൻ ഒന്നില്ല കേട്ടോ. 5 മണിക്ക് ചുങ്കം വരെ പോകാൻ വേണ്ടിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ 5 മണിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 5 മണിക്ക് തന്നെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്ത സമയത്ത്. നോക്കിക്കേ, ഇതാണ് നമ്മളെ റിയർ ബ്രേക്ക് പാഡ്. 260 ആട്ടോ വരുന്നത് റിയർ ബ്രേക്ക് പാഡിന്. അതുപോലെ എന്താ പറയുക, ഫ്രണ്ട് അവരെനിക്ക് ബജാജിൻ്റെ ആട്ടോ തന്നെ. 420 ബജാജ് എന്ന് പറയുമ്പം ഒറിജിനലി തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടാണ് മാറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവനെ വിളിക്കാൻ ഇനി എന്താ വഴി? വീട്ടിലൊന്ന് പോയി നോക്കാം അവൻ്റെ. അത് കഴിഞ്ഞിട്ട് അവനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ എവിടെന്നെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യണം. കാരണം എനിക്ക് ചേഞ്ച് ചെയ്തേ മതിയാവും. അവനെ മെല്ലെ പൊക്കി ഇറക്കി കൊണ്ടുവരണം ഗൈസ്. അപ്പോൾ അവന് ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്കിൻ്റെ ആ ഒരു സംഭവം. ഇതിലൂടെ ഓയിൽ ലീക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണ് സംഭവം? ഒരു ഓയിൽ ലീക്ക് കാണുന്ന പോലെ ഉണ്ട്. എന്താണാവോ? ഇവിടെ ടയറിലൊക്കെ ഉണ്ട് കേട്ടോ ഓയിൽ. സീനാവോ? നമുക്ക് നോക്കാം കേട്ടോ. ഇതുവരെ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ കണ്ട സംഭവം. നമ്മൾ അനീസിനെയും കൊണ്ട് പോകുന്നു കേട്ടോ വർക്ക്ഷോപ്പിലോട്ട്. ഇപ്പോൾ 4 മണി ആയി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് 5 മണിയാകുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തണം. അപ്പോൾ 5 മണിക്ക് തന്നെ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
ഞാൻ ബുക്ക് ചെയ്തായ കാരണം എനിക്ക് 5ാമത്തെ ടോക്കൺ എങ്ങാണ്ടാണ്. അപ്പോൾ അത് കാരണം ആ ഒരു സമയത്ത് തന്നെ അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് അങ്ങനെ തന്നെ ഉണ്ട്. ഒരു പേട് കുറച്ചും കൂടി അതിന് ഓയിൽ ഒലിച്ചിട്ടുണ്ടാകും പോകും അവിടെ ഓയിൽ ടയർമലൊക്കെ വീൽമലൊക്കെ വീൽമല ഓയിൽ കൊടുത്തില്ലേ നമ്മള് ബോൾട്ട്. കഴിഞ്ഞില്ലേ ഇപ്പൊ ഒരു സൗണ്ട് ഒക്കെ ഉണ്ട്. ഇന്നിപ്പോ ബ്രേക്ക് കുടിച്ചു ആ സൗണ്ട് ഇല്ലേ അത് കേട്ടീനി. എനിക്ക് ബ്രേക്ക് കുടിക്കാൻ പേടിയാണ്. ഞാൻ ബാക്ക് ബ്രേക്ക് അന്ന് പിടിച്ചു അമ്പ അടിപ്പോൾ നമ്മള് ഗൈസ്. അപ്പം നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഓയിൽ കണ്ട് പേടിച്ചു. അതായത് ഈ ഓയിൽ ഒലിക്കുന്ന ഞാൻ അനീസിൻ്റെ വീട്ടിൽ നിന്ന് കാണിച്ചു തന്നില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് കളി. അപ്പോൾ അനീസ് പറഞ്ഞു അത് നമ്മൾ മുമ്പ് ടയർ അയക്കാൻ വേണ്ടിയിട്ട് അനീസ് ടയർ അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ ടയർ തിരിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ബോൾട്ടിൽ അവന് ഓയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓയിൽ ഇറങ്ങി വന്നാന്നാണ് അവൻ പറഞ്ഞത്. അല്ലാണ്ട് ഇറങ്ങി വരാനൊന്നും ചാൻസ് ഇല്ലയെന്ന് പറഞ്ഞത്. അപ്പോൾ അത് അയച്ചിരിക്കുന്നു. അപ്പോൾ ഇനി അവന് ഈ ഒരു ടൂൾ ഇത് അതവന് യൂസിങ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവം അയക്കണം ഇത് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ്ട് പേഡ്. നമ്മൾ പേഡ് അൺബോക്സ് ചെയ്തു. 2 കവർ വരുന്നുണ്ട്, ഒരു ചെറിയ കവറും ഒരു വലിയ കവറും. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കേട്ടോ RCയുടെ കാലിബർ ഉണ്ടാവുക. ഇത് കണ്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നല്ല പാകിയിട്ടുണ്ട് നമ്മളെ ബ്രേക്ക് പാഡ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് 4 സിലിണ്ടർ വരുന്നത്. ഈ പോർഷനിൽ 2 ഈ പോർഷനിൽ 2 അങ്ങനെ 4 സിലിണ്ടറായിട്ടാണ് RCയുടെ ബ്രേക്ക് വരുന്നത്. ഗൈസ് അങ്ങനെ സംഭവം എന്താന്ന് വെച്ചാൽ അവൻ്റെ അടുത്തേക്ക് കോമൺ ആയിട്ട് ഇങ്ങനത്തെ വണ്ടികളൊന്നും വർക്കിന് വരാറ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടൂളുണ്ട്. അപ്പോൾ ആ ഒരു ടൂൾ അവിടെ ഇരുന്ന് തിരഞ്ഞു കിട്ടോ, നോ വേ, അത് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ടയർ തിരിച്ചിട്ട ഒരു സ്പോട്ട് ഉണ്ടല്ലോ അവിടേക്ക് പോവാണ്. അപ്പോൾ അവിടെ എന്തായാലും സംഭവം സെറ്റായിരിക്കും. അപ്പോൾ അവിടെ പോയി ചേഞ്ച് ചെയ്തിട്ട് നേരെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. 4:21 അപ്പോൾ എനിക്കാണെങ്കിൽ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യും വേണം. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ചുങ്കം എത്തണം കേട്ടോ. ചുങ്കം ക്രസൻറ്റ് അറിയില്ലേ, അപ്പോൾ അവിടെ പോയി കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് പോത്തുക തന്നെ വേണം അവിടെ. എന്നോട് 5 മണിയാകുമ്പോൾ അവിടെ എത്താൻ. അതാണ് നമ്മളെ ടാസ്ക്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കുമോ ഇല്ലെന്ന് നോക്കാം കേട്ടോ. അതായത് ഇതും കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റ് ടൈമിന് ക്രസൻറ്റിൽ എത്തുമോ. അല്ലോ ഈ സൈഡിൽ ടയർ ഗ്രിപ്പ് കുറവാണ്. കോർണർ ചെയ്യുമ്പോൾ പള്ളയെ കാളു കേട്ടോ. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. വേറെ വണ്ടികളൊക്കെ ആയിട്ട് തിരക്കാണോ അതോ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ ഒരു ഐഡിയ ഇല്ല. ദേ ഷോപ്പ് എത്തിയിരിക്കുന്നത്. വാവ്, ഗൈസ് അങ്ങനെ നമ്മുടെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു കേട്ടോ. പക്ഷെ 4:50 4:52. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുമ്പം നമുക്ക് 4 സിലിണ്ടർ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 4 സിലിണ്ടറും സംഭവം ഇവിടെ എന്ന് പറയുമ്പോൾ ലാഗൊന്നും കിട്ടിയില്ല കേട്ടോ. ഇവർ സ്പോട്ടിൽ തന്നെ ചെയ്തു തന്ന്. അപ്പോൾ ഞാനിനി ഇവിടുന്ന് നേരെ പോവാട്ടോ ഫറോക്ക് പേട്ട ആ ഒരു സൈഡിലോട്ട്. അപ്പോൾ ഇനി വേറെ എവിടെയും സ്റ്റോപ്പില്ല, ഒരേ പോക്ക് പോകണം. ഇതേ റോഡ് കിട്ടിയാൽ മതിയായിരുന്നു, എന്നാൽ നല്ല സുഖമായിരുന്നു നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. മുംബൈക്ക് ഒന്നുകൂടെ ലോഡാവാനുണ്ട്. അധികം സ്പീഡൊന്നും പോകാൻ പറ്റില്ല. 4 സിലിണ്ടറും ഫുൾ ചെയ്ത് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് കാരണം വണ്ടി ബ്രേക്കൊന്ന് ലോഡാവാൻ ടൈം പിടിക്കും. ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും സ്വാഭാവികമാണ്, അത് നോക്കണ്ട. ട്രിപ്പ് പോയപ്പോൾ നമ്മളെ കാറിൻ്റെ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തിട്ട് ബ്രേക്ക് ഒട്ടും കിട്ടുന്നില്ല കേട്ടോ. ഞാനാകെ പേടിച്ചു. ഞാനായിരുന്നു ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്ത് പിന്നെ ഓടിച്ചേ റാണിപുരത്തോട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വണ്ടി ഞാൻ ഓടിക്കാൻ വേണ്ടി കയറിയ സമയത്തൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ബ്രേക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയാം ഈ ഒരു ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഒന്ന് ഓടിക്കഴിഞ്ഞാൽ 1-2 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ റെഡി ആവുന്നതാണ്. ആ ഒരു സമയത്തൊന്നും നമുക്കങ്ങനെ ഇറക്കമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇറക്കങ്ങ് വന്നപ്പം എൻ്റെ അമ്മോ വണ്ടി നിൽക്കണ്ടേ. ലാസ്റ്റ് ഗിയർ ഡൗൺ ചെയ്തൊക്കെയാണ് വണ്ടി കൺട്രോൾ ആക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം ഈ ഒരു ടൈമിലും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അന്നും എനിക്കറിയാമായിരുന്നു ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞു ബ്രേക്ക് കിട്ടുന്നില്ലെന്ന്. അപ്പോൾ ഉനൈസ് പറഞ്ഞു
ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് അവൻ ഓടിച്ചപ്പോഴാണെങ്കിൽ ഒട്ടും ബ്രേക്കില്ല. ഞാൻ ചുമ്മാ പറഞ്ഞല്ലെന്ന് അവനക്ക് ബോധ്യമായി. അപ്പോൾ അതുകൊണ്ട് അവൻ അവിടെ തന്നെ നിർത്തിയിട്ട് നമ്മൾ തിരിച്ച് ആ ഒരു ഷോപ്പിലോട്ട് കോൺടാക്ട് ചെയ്ത് ഇതിന് വല്ല ഇഷ്യൂ ആണോ അറിയാൻ വേണ്ടിയിട്ട്. കാരണം അവന് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു തോന്നലുണ്ടായിരുന്നു. ഞാൻ മുമ്പ് അങ്ങോട്ട് സ്പ്ലെൻഡറിൻ്റെ ബ്രേക്ക് പാഡ് മാറ്റിയപ്പോൾ ഇതുപോലെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ബ്രേക്ക് പാഡ് മാറ്റുന്നവർ ഒരു കുഴപ്പമില്ല, മാറ്റിയ സമയത്ത് ചെറിയൊരു ഇഷ്യൂ, പിന്നെ അത് ഓടി റെഡിയായി. അപ്പോൾ അത് എനിക്ക് മനസ്സിലാവും ഏതൊരു എന്താ പറയുക ഡിസ്ക് ബ്രേക്കിൻ്റെയും മൊത്തത്തിലുള്ള ഒരു മെക്കാനിസം സെയിം ആണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിലോട്ട് കൂടുതൽ ടെൻഷനായി. പക്ഷേ നമ്മളിതിപ്പോൾ അതിനെക്കാട്ടിലൊക്കെ ബെറ്ററാണ്. കാരണം ബ്രേക്കൊക്കെ അത്യാവശ്യം കിട്ടുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇനി നേരെ പോവാട്ടോ. ഇവിടെ പോകുമ്പോൾ അറിയാത്തവരായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഒരു ഷോട്ട് പോലും, ഒരു വീഡിയോൻ്റെ ഒരു ക്ലിപ്പ് പോലും അകത്തുനിന്ന് എടുത്തില്ലല്ലോ. അതായത് അവർ വർക്ക് ചെയ്യുന്നത്, അതാണ് മെയിൻ റീസൺ. മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ അനീസിൻ്റെ അടുത്താകുമ്പോൾ എടുക്കാം. ഞാൻ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ അനീസ് അയച്ചൊക്കെ ഞാൻ എടുത്തില്ലേ, പക്ഷേ ഇവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതാണ് ആ ഒരു ചേഞ്ച്. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു കേട്ടോ. അതായത് ഈ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തപ്പോൾ ഒന്നും കൂടെ സ്മൂത്തായ പോലെ ഉണ്ട് ബ്രേക്ക്. ഇഷ്ടം മോനെ ഷാർപ്പായിട്ടോ, സംഭവം സീനാണ്. വാവ് ഗൈസ്, എൻ്റെ ബാലാകളവും മിസ്സിങ് ആട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിലോട്ട് മുടി ഇറങ്ങുന്നുണ്ട്. ഇപ്പം നമുക്ക് ആ ഒരു ഷോപ്പിൽ വന്ന് 150 റുപ്പീസാണ്. പിന്നെ ബ്രേക്ക് പാഡിൻ്റെ പ്രൈസ് ഫ്രണ്ടിന് 420 ആണ് വരുന്നത് പ്രൈസ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മാറ്റി കഴിഞ്ഞപ്പം വണ്ടി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി മറന്നുപോയി. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഫോട്ടോ കൊടുക്കാം. ഇങ്ങനെ ഒരു പോയിന്റ് കാണും ആ ഒരു ബ്രേക്ക് പാഡിൽ, ഒരു കട്ടിങ്. ആ ഒരു കട്ടിങ് എന്ന് പറയുമ്പോൾ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു കട്ടിങ് ആണ്. ആ ഒരു കട്ടിങ് വരെ തേഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യണമെന്നാണ് അതിൻ്റെ ഒരു റൂൾ. അപ്പം നിങ്ങളെല്ലാവരും ആ ഒരു സമയമൊക്കെ ആകുമ്പം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതും കഴിഞ്ഞിട്ട് ഓടിക്കാതിരിക്കുക. അതൊക്കെയാണ് എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഒറിജിനൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒറിജിനൽ ആകുമ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി സംഭവം എല്ലാം കിട്ടും. ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ അതിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. പ്രൈസ് ചെറിയ ഡിഫറൻറ്റേ ഉള്ളൂ. ഒറിജിനൽ ഇത് വാങ്ങിക്കുവാണെങ്കിൽ 420 അല്ല വരുന്നത്, 250 എങ്ങാണ്ട് ഡ്യൂപ്ലിക്കേറ്റിന് തന്നെ വില വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗൈസ് റോങ് അടിക്കാൻ പാടില്ലേ? പാടുമോ? ഞാനെന്തായാലും ഇതിൽ പോവാണ്. എനിക്ക് ഒട്ടും സമയമില്ല അവിടെ പോയി തിരിച്ചു വരാൻ. ബിക്കോസ് നമ്മളിതാ പോകുന്നു. എനിക്കാണെങ്കിൽ കണ്ണ് കാണുന്നില്ല കേട്ടോ. അതാണ് വേറൊരു സീന്. ഞാൻ റെഡിയാക്കട്ടെ. പാലാകളവ് ഇടാത്തതുകൊണ്ട് മുടി ഇങ്ങനെ കണ്ണിലോട്ട് ഇറങ്ങുവാണ്. ഈ ഒരു പൊസിഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു ഗൈസ്. ഇവിടെ ഒരു ചെറിയൊരു ഡേഞ്ചറായിട്ടുള്ള സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട്. ഒരു സ്ലിമ്മായിട്ടുള്ള സ്പോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലുള്ള ബ്രേക്ക് പാഡ് സംഭവം ചേഞ്ച് ചെയ്യുമ്പോൾ ഒറിജിനൽ ഇടാൻ വേണ്ടി ശ്രമിക്കുക. അതാവുമ്പം നിങ്ങൾക്ക് ഡിസ്ക് പ്ലേറ്റൊക്കെ അവിടെ പോലീസ് റോങ് ഏറിയത് സീനാവോ? അതാവുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ക് പ്ലേറ്റ് എല്ലാം അത് ട്രാഫിക് ആട്ടോ. ഈ നേരത്തോട്ട് ഇങ്ങനെയുള്ള വള്ളികളെല്ലാം കാണുക, അത് ട്രാഫിക്കാണ്, സീനൊന്നുമില്ല. അങ്ങേര് ചരിത്രം മാറ്റുമോ? ഇല്ലായിരിക്കും. എസ്കേപ്ഡ് ഗൈസ്. എന്നാലൊരു പേടിയാട്ടോ. ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഈ ഒരു ക്യാമറയാണ് മെയിൻ ഇഷ്യൂ അല്ല. നമ്മൾ കേരളത്തിലെ ക്യാമറേൻ്റെ സംഭവം എല്ലാവർക്കും അറിയുന്നതല്ലേ. അത് മാത്രമാണ് എനിക്കൊരു പേടി. ബാക്കിയുള്ള സംഭവം എല്ലാം നമ്മുടെ വണ്ടിയുടെ മൊത്തം നല്ല അടിപൊളിയാണ്. അങ്ങനെയുള്ള പേടി കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടിക്ക് എപ്പോഴും ബെറ്റർ ഒറിജിനൽ തന്നെയാണ്. പെർഫെക്റ്റ് മാച്ച് എന്ന് പറയുമ്പോൾ ആ ഒരു ഒറിജിനൽ സാധനമാണ്. അതിനു വേണ്ടിയാണ് ഗൈസ് ഞാൻ ഇന്നലെ കോഴിക്കോട് വരെ ബസ്സിന് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത് ഈ ഒരു സാധനം. എനിക്കിവിടെ പോയാൽ ആഫ്റ്റർ മാർക്കറ്റ് പല ടൈപ്പും ഉണ്ട്, സെറാമിക് അങ്ങനെയുള്ള ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ഒറിജിനൽ സാധനമാണ്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എനിക്കൊരുവിധം ഈ ഒരു വണ്ടിയിൽ ഫുള്ളി അങ്ങനെ യൂസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാരണം ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബൈക്ക് ആകുമ്പോൾ കമ്പനി സജസ്റ്റ് ചെയ്യുന്ന സംഭവം മാത്രം. സംഭവം സെറാമിക്കാണ്, കുറച്ച് വില കൂടിയ സംഭവമാണ്. സെറാമിക് ആകുമ്പോൾ കുറച്ചും കൂടെ പ്രൈസാണ്, പെർഫോമൻസ് ഒക്കെ ചിലപ്പോൾ കൂടും, അങ്ങനെയൊക്കെ എല്ലാവരും പറയും. പക്ഷേ അത് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ബ്രേക്ക് പാഡ് തീർന്നെടുക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ ചിന്തിക്കാനും ഞാൻ നിന്നില്ല. ഞാൻ വേഗം
വാങ്ങിക്കുമ്പോൾ ഒറിജിനൽ വാങ്ങിക്കണം ആ ഒരു മൈൻഡിൽ. ഞാൻ എന്തായാലും ഫ്രണ്ടിന് മാത്രം ഒരു 600 പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. പക്ഷേ വളരെ അതിനെക്കാട്ടിലൊക്കെ കുറഞ്ഞാട്ടോ വന്നേ. ഈ ഒരു NS കയറും, മിക്കവാറും കയറും, നല്ല റോഡ് കിട്ടിയ കാരണം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.